ദേശീയ അധ്യാപക ദിന ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പരിപാടികൾ ഇന്നലെ മുതൽ ആരംഭം കുറിച്ചു. ഇന്ന് നടക്കുന്ന വിപുലമായ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥന. ദേശീയ അധ്യാപക ദിന ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പരിപാടികൾ ഇന്നലെ മുതൽ ആരംഭം കുറിച്ചു. ഇന്ന് നടക്കുന്ന വിപുലമായ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥന. തൃതീയ പ്രാർത്ഥന. തൃതീയ ലതീഷ് പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, മികച്ച ഗ്രന്ഥകാരൻ ശ്രീ സുകുമാരൻ പെരിയച്ചൂർ, ബഹുമാനപ്പെട്ട മാനേജർ, PTA പ്രസിഡന്റ്, സഹപ്രവർത്തകരെ, ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സെപ്റ്റംബർ മാസം 5-ാം തീയതി ബഹുമാനപ്പെട്ട ദേശീയ അധ്യാപക ദിനാഘോഷമായി ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള നാം ആഘോഷപൂർവ്വം സംഘടിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, മികച്ച ഗ്രന്ഥകാരൻ ശ്രീ സുകുമാരൻ പെരിയച്ചൂർ, ബഹുമാനപ്പെട്ട മാനേജർ, PTA പ്രസിഡന്റ്, സഹപ്രവർത്തകരെയും ബഹുമാനിക്കേണ്ടത് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപക ദിനാഘോഷം എന്നത് സെപ്റ്റംബർ മാസം 5-ാം തീയതി സാമൂഹ്യ സാമ്പത്തിക ദിനാഘോഷമായി 1993 വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനും നാം ആഘോഷപൂർവ്വം സംഘടിപ്പിക്കുകയാണ് വേണ്ടിയാണ്. അതിനുള്ള ഒരു അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് അധ്യാപകരുടെ ദേശീയ അധ്യാപക ദിനാഘോഷം നാം സംഘടിപ്പിക്കുന്നത്. ഗുണബോധവും അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യ പകർന്നു തരുന്നവർ ആണ് അധ്യാപകർ. രാഷ്ട്രത്തിന് ആവശ്യമായ അധ്യാപകരെ മാതാവിനും പിതാവിനും തുല്യമായി സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ദിനാഘോഷം വന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. സാമൂഹ്യ മാത്രമേ നമ്മുടെ രാജ്യത്തെ സമ്പന്നമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ കഴിവുകൾ പരമാവധി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് ഭാവി ലോകത്തിന്റെ ശില്പികളായ വേണ്ടിയാണ്. അതിനുള്ള ഒരു അനുകൂല അറിവിന്റെ വെളിച്ചം വരും തലമുറക്ക് പകർന്നു നൽകുന്നതായ ദേശീയ ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അധ്യാപകർ വാസ്തവത്തിൽ വലിയ സേവനമാണ് ചെയ്യുന്നത്. എത്രത്തോളം ഉയരുന്നുവോ മാതാപിതാക്കളുടെ അധ്യാപകരുടെ പരിശ്രമം എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. പഴയ അധ്യാപകരെ കാണുമ്പോൾ നാം വഴിയിൽ വെച്ചായാലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു വരുന്നത്.
ഭാവി ലോകത്തിന്റെ തീർച്ചയായും ഗുരുക്കന്മാരെ ആദരിക്കുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന വലിയൊരു അനുഭൂതി തലമുറക്ക് പകർന്നു നൽകുന്നതായ തീർച്ചയായും ഇത്തരം ദിനാഘോഷങ്ങൾ നാട്ടിൽ എന്നുമെന്നും അതിന് കൂടുതൽ ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അധ്യാപകർ വാസ്തവത്തിൽ വലിയ സേവനമാണ്. അധ്യാപക ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന പ്രമുഖമായ ഒരു പേരുണ്ട്. അത്രത്തോളമുണ്ട് അധ്യാപകന്റെ മുൻ രാഷ്ട്രപതി, ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി, പ്രമുഖ ചിന്തകൻ, ദാർശനികൻ ഒക്കെ ആയിട്ടുള്ള അധ്യാപകരെ കാണുമ്പോൾ വഴിയിൽ വെച്ചായ ബഹുമാനിക്കുകയും ചെയ്യുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നാണ് അതിന്റെ മുഴുവനായ പേര്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ആദരിക്കുന്നതിലൂടെ അധ്യാപക ദിനമായി കൊണ്ടാടുന്നത്. നമുക്ക് നേടാൻ കഴിയുന്ന ദേശീയ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി തീർച്ചയായും നമുക്കറിയാം ചില പരിമിതികളുണ്ട്. നമുക്കറിയാം കൊണ്ടാടുന്നത് അതിന് കൂടുതൽ ഉപകാരമാകട്ടെ എന്ന് ഞാൻ ആദ്യമായി ഈ അവസരത്തിൽ നാം ഗൂഗിൾ മീറ്റ് വഴിയും യൂട്യൂബ് വഴിയും മനസ്സിൽ ഓടിയെത്തുന്ന ഫേസ്ബുക്ക് വഴിയും പേരുണ്ട്. ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പഠിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതി, 1800ഓളം വിദ്യാർത്ഥികൾ, പ്രമുഖ ചിന്തകൻ, ദാർശനികൻ, ആയിരക്കണക്കിനുള്ള വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഡോക്ടർ എസ് ഇവരെല്ലാം പങ്കാളികളായിക്കൊണ്ടാണ് നാം ഇത്തരം ഒരു പരിപാടി ഇന്ന് സംഘടിപ്പിച്ചത്. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നാണ് അതിന്റെ മുഴുവൻ. നമ്മുടെ വിദ്യാലയത്തിന് ഏറ്റവും പ്രായം കൂടുതലുള്ള ശ്രീ സി ശിവാനന്ദമായി നമുക്കറിയാം ചില പരിമിതികളുണ്ട്. നമുക്കറിയാം വയസ്സായ അദ്ദേഹത്തെ നാം ആദരിക്കുന്ന ചടങ്ങ് നാം ഇതിനെ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ നാം തീർച്ചയായും ഇത്തരം മഹാനന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ വഴിയും ഇന്നത്തെ അധ്യാപകർക്കാരും മുമ്പോട്ട് പോകാൻ സാധിക്കുകയും ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് പഠിക്കുന്ന ഇത്തരം കഴിവുറ്റ അധ്യാപകരുടെ അനുഗ്രഹം നമുക്കുണ്ടാവണം. അധ്യാപകർ, സ്വാഗത ഭാഷകൻ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഇന്ന് ഇവരെല്ലാം പങ്കാളികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രമുഖരായ വ്യക്തിത്വങ്ങളെ ഇന്നലെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും റിട്ടയർ ചെയ്ത പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും ഇന്നത്തെ അധ്യാപക ദിനാഘോഷം ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീ സി ശിവാനന്ദൻ മാസ്റ്ററെയാണ് നാം ഇന്നലെ ആദരിച്ചത്. നമ്മുടെ ഈ അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് 92 വയസ്സായ വിദ്യാഭ്യാസ ഓഫീസർ ആദരിക്കുന്ന ഒരു ചടങ്ങ് ആണ്. തീർച്ചയായും അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അധ്യാപകർക്കായാലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കഴിവുള്ള അധ്യാപകന്മാരുടെ അനുഗ്രഹം നാം എന്നും നമുക്കുണ്ടാവണം. നമ്മുടെ ഈ പരിപാടി കൂടെ പറയുമ്പോൾ ഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ സ്നേഹത്തോടെ ഈ പരിപാടി പങ്കെടുക്കാമെന്ന് പറയുകയുണ്ടായി. ഇന്നലെ നമ്മുടെ പരിപാടി തുടങ്ങുന്ന സമയത്തെ കുറിച്ച് ചോദിച്ചു. തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായ പങ്ക് വഹിക്കുന്ന ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ പല കാര്യങ്ങളും അധ്യാപക ദിന അദ്ദേഹത്തിന്റെ ഉപദേശം തേടാറുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അവരെ ഞാൻ ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് പി സനകൻ സാറെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അധ്യക്ഷത വഹിക്കുന്നത് അതിനിടയിൽ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീമാൻ KV രാജു അവരാണ്. ഈ പരിപാടി കൂടെ പറയുമ്പോൾ അദ്ദേഹം വളരെ നേരത്തെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പരിപാടി അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ വിളിച്ചിരുന്നു. നമ്മുടെ പരിപാടി ഇന്നത്തെ കുറിച്ച് ചോദിച്ചു. അധ്യാപക ദിനാഘോഷത്തിന്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് വേണ്ടി കണ്ണൂർ ജില്ലയുടെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഹയർ സെക്കൻഡറി അദ്ദേഹത്തിന്റെ ഉപദേശം തേടാറുണ്ട്. അദ്ദേഹം ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലയിലാണ് മട്ടന്നൂരിനടുത്തുള്ള പെരിയച്ചൂർ സ്വദേശിയാണ്. ഈ പരിപാടിയിലേക്ക് ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ്. സ്വാഗതം ചെയ്യുകയാണ്. മികച്ച ഗ്രന്ഥകാരനാണ്. ഇന്ന് അകം മാസികയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്നത് സർവീസ് വിരമിച്ചതിന് ശേഷവും ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇന്നും സജീവമായ പങ്കാളിത്തം നമ്മുടെ വിദ്യാലയത്തിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് അദ്ദേഹം വരാമെന്ന് അപ്പോഴത്തെ സമ്മതിക്കുകയുണ്ടായി. പരിപാടി പങ്കെടുക്കുകയുണ്ടായി. അധ്യാപക ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീമാൻ സുകുമാരൻ പെരിയച്ചൂർ. വിവിധ ക്ലബ്ബുകൾ അദ്ദേഹം മട്ടന്നൂരിനടുത്തുള്ള പെരിയച്ചൂർ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിലെ സയൻസ് ക്ലബ്ബ്,
മികച്ച സോഷ്യൽ സയൻസ് ക്ലബ്ബ്, എൻവയോൺമെന്റൽ ക്ലബ്ബ്, യുവ വിമുക്തി പ്രവർത്തിക്കുന്നു. IT ക്ലബ്ബ്, ഓയിസ്ക, സർവീസ് എന്ന് ലിറ്റററി ക്ലബ്ബ്, സാൻസ്ക്രിറ്റ് കൗൺസിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അറബിക് ക്ലബ്ബ്, സജീവമായ ഉറുദു പങ്കാളിത്തം വഹിക്കുന്നു. വിദ്യാലയ കലാസാഹിത്യവേദി, ആരോഗ്യ ക്ലബ്ബ്, റോഡ് സേഫ്റ്റി ക്ലബ്ബ്, അദ്ദേഹം കാർഷിക ക്ലബ്ബ്, അപ്പോഴത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കുകയുണ്ടായി. മറ്റു സ്കൂളുകളിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള 16 ക്ലബ്ബുകൾ നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്ലബ്ബുകളുടെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഈ വർഷത്തെ വിവിധ ക്ലബ്ബുകൾ നിർവഹിക്കുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീ KP പ്രദീപ് കുമാർ സാഹിബ്. സയൻസ് ക്ലബ്ബ്, അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എൻവയോൺമെന്റൽ ക്ലബ്ബ്, യുവ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ ഓയിസ്ക, നമ്മുടെ വിദ്യാലയം വിവിധ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായി. അറബിക് ആ മത്സരത്തിൽ വിജയികളായിട്ടുള്ളവർക്ക് വിദ്യാരംഗം സർട്ടിഫിക്കറ്റ് ആരോഗ്യ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നു ക്ലബ്ബ് ബഹുമാനപ്പെട്ട കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അവരാണ് ശ്രീ KP പ്രദീപ് കുമാർ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്ലബ്ബുകളുടെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും നമ്മുടെ ഈ പരിപാടിയിൽ ഗുരുവന്ദനം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഓഫീസർ നമ്മുടെ 10ാം തലത്തിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള KV അതുല്യ അജേഷ് ആണ്. ഞാൻ ഈ പരിപാടിയിലേക്ക് ആ വിദ്യാർത്ഥിനിയെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥിനി നമ്മുടെ വിദ്യാലയം വിവിധ മത്സരങ്ങൾ നടത്തി. അധ്യാപികയായി വന്നുകൊണ്ട് ആ മത്സരത്തിൽ വിജയികളായിട്ടുള്ളവർക്ക് വിദ്യാർത്ഥിനി നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന മറ്റൊരു നൽകിക്കൊണ്ട് ഉദ്ഘാടനം കുട്ടിയായിട്ടുള്ള വിദ്യാർത്ഥിനിയായിട്ടുള്ള ചെയ്യുന്നതും ഹയറിൻ ഷുഹൈബ് 10ാം തലത്തിലെ വിദ്യാർത്ഥിനിയാണ്. ഉപജില്ലാ വിദ്യാഭ്യാസ അധ്യാപികയായി മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ അവസരത്തിൽ അധ്യാപനത്തിന്റെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കുന്ന ഹയറിൻ ഷുഹൈബ് നമ്മുടെ ഈ പരിപാടിയിലെ വിദ്യാർത്ഥിനിയാണ്. ഗുരുവന്ദനം അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. 10ാം തലത്തിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള KV നമ്മുടെ ആശംസ അർപ്പിക്കാനെത്തിയിട്ടുള്ളത് ആ വിദ്യാർത്ഥിനിയെയും ബഹുമാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ശ്രീ PK ബാലകൃഷ്ണൻ സാർ ആണ്. വിദ്യാർത്ഥിനി നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ ഉന്നമനത്തിനു വേണ്ടി ഇതുപോലുള്ള എല്ലാ പരിപാടികൾക്കും നമ്മുടെ വിദ്യാലയത്തിൽ അങ്ങേയറ്റം പിന്തുണ നൽകുന്ന ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ PK ബാലകൃഷ്ണൻ സാറിനെ പരിപാടിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. 10ാം തലത്തിലെ വിദ്യാർത്ഥിനി അദ്ദേഹം നേരത്തെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിയിട്ടുണ്ട്. മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ അവസരത്തിൽ പ്രിൻസിപ്പൽ ശ്രീ C ദേവരാജൻ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓൺലൈൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഹയറിൻ ഷുഹൈബ് നമ്മുടെ പരിപാടിക്ക് ആശംസ നൽകുന്ന ഞാൻ ഈ പരിപാടി പ്രിൻസിപ്പൽ ശ്രീ C ദേവരാജൻ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ വിദ്യാലയത്തിലെ തലമൂത്ത ഫാസറായിട്ടുള്ള ശ്രീ ശിവാനന്ദൻ മാസ്റ്ററെ ആദരിച്ച കാര്യത്തെ ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ അധ്യാപികയായിട്ടുള്ള ശ്രീ മിനി ടീച്ചർ ആണ്. ഈ മിനി ടീച്ചറെ ഞാൻ ഈ പരിപാടിയെ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നേരത്തെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കാനെത്തിയിട്ടുള്ളത് നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ സരീഷ് പയ്യമ്പള്ളി അവരാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ വിദ്യാലയത്തില് നമ്മുടെ പരിപാടിക്ക് ആശംസ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ പ്രിൻസിപ്പാൾ ശ്രീ നടത്തുന്ന എല്ലാ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങേയറ്റം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടുകൂടി അധ്യാപക പങ്കാളിത്തത്തോടുകൂടി രക്ഷിതാക്കളുടെ പങ്കാളിത്തത്തോടുകൂടി ശ്രീ ഈ പരിപാടി ലൈവായിട്ട് എപ്പോഴും കൊടുക്കാൻ നേതൃപരമായ പങ്കുവഹിക്കുന്ന അദ്ദേഹത്തിന്റെ നമ്മുടെ വിദ്യാലയത്തിലെ 2 പ്രധാനപ്പെട്ട അധ്യാപകർ നമ്മുടെ ഇവിടെ സംസാരിക്കുന്നത് അദ്ദേഹം നമ്മുടെ വിദ്യാലയത്തിലെ തന്നെ ഉപജില്ലയിലെ ഈ ചാർജ് വഹിക്കുന്ന അധ്യാപകൻ കൂടിയാണ്. അതുപോലെ ഈ പരിപാടി SITC കോർഡിനേറ്റർ ശ്രീ M കൃഷ്ണമുരളി മാസ്റ്റർ, നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ഈ 2 അധ്യാപകരും ശ്രീ സരീഷ് പയ്യമ്പള്ളി അവരാണ്. നമ്മുടെ ഈ പരിപാടിയിൽ വളരെ നേരത്തെ തന്നെ വന്ന് ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഈ 2 അധ്യാപകരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള ശ്രീ KM അനീഷ്, ഈ നിബിൻ, വിദ്യാലയമുള്ള എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ KV രാജു അവരെ ഞാൻ ചെയ്യുന്നു. അദ്ദേഹം കണ്ണൂർ നോർത്ത് ഉപജില്ലയുടെ
കൈറ്റിൻ്റെ ചാർജ് വഹിക്കുന്ന അധ്യാപകൻ കൂടിയാണ്. അതുപോലെ SITCയുടെ കോർഡിനേറ്റർ ശ്രീ M കൃഷ്ണമുരളി മാസ്റ്റർ. ഈ 2 അധ്യാപകരും നമ്മുടെ ഈ പരിപാടിയിൽ വളരെ നേരത്തെ തന്നെ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഈ 2 അധ്യാപകരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ശ്രീ KM അനീഷ്, E നിബിൻ, പ്രിയമുള്ള എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ KV രാജു അവരെ ഞാൻ ഇന്നലെ നമ്മൾ ആദരിച്ച ശ്രീ മാഷപ്പറ്റിക്ക് വിജയിക്കുന്ന ടീച്ചർ, മറ്റ് വിദ്യാർത്ഥികളെ രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, മൺമറഞ്ഞുപോയ എൻ്റെ ഗുരുനാഥന്മാരെ, ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഞാൻ ഈ വിദ്യാലയത്തിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും PTA പ്രസിഡന്റായിട്ട് 2 വർഷമായി, അതിന് മുമ്പ് വൈസ് പ്രസിഡന്റായിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും ഇതുപോലൊരു ചടങ്ങ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു. ഈ ചടങ്ങിലൂടെ ഇങ്ങനെ നടത്താൻ അതിന് ഉത്സാഹം കാണിച്ച ഇവിടുത്തെ അധ്യാപകരെ, പ്രത്യേകിച്ച് വിനോദ് മാഷെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപകയുടെ ഒരു കയ്യൊപ്പുണ്ടാവും. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും അതുണ്ടായിരിക്കും. അധ്യാപകനാകുന്ന കാലം മുതൽ മരിക്കുന്നത് വരെ അധ്യാപകൻ മാഷ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എല്ലാവരും മാഷെ എന്നാണ് നമ്മൾ വിളിക്കാറ്. എനിക്കുമുണ്ടായ കുറേ നല്ല ഓർമ്മകളുള്ള അധ്യാപകർ. ഈ ചെറുപ്പം തൊട്ടേ മറിയാമ്മ ടീച്ചർ, ബീന ടീച്ചർ, പിന്നെ അതുപോലെ തന്നെ ബാലമാഷ്, അപ്പൂട്ട മാഷ് എന്ന് പറയുന്ന കുറേ മാഷും ടീച്ചേഴ്സ് നമുക്കുണ്ടായിരുന്നു. അങ്ങേറ്റം അതായത് ചെറുപ്പകാലം തൊട്ട് എൻ്റെ പഠനം അവസാനിക്കുന്നത് വരെയുള്ള കുറേ അധ്യാപകരെ ഓർമ്മയിൽ നിന്ന് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ അവസരത്തിൽ മൺമറഞ്ഞു പോയ എല്ലാ ഗുരുനാഥന്മാർക്കും ഈ അവസരത്തിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട PP സരകൻ മാഷെ സാർ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിക്കുന്ന അധ്യാപക ദിനാഘോഷത്തിൻ്റെയും അനുബന്ധ പരിപാടികളുടെയും ആദരണീയനായ അധ്യക്ഷൻ KV രാജു അവർ, അതുപോലെ പ്രിയ സുഹൃത്തും മാസ്റ്ററുമായിട്ടുള്ള വിനോദ് മാസ്റ്റർ, ആദരണീയനായ മുഖ്യപ്രഭാഷകൻ സുകുമാരൻ സർ, ആദരണീയനായ മാനേജർ ബാലകൃഷ്ണൻ സർ, എൻ്റെ പ്രിയപ്പെട്ട കണ്ണൂർ നോർത്ത് EO പ്രദീപൻ മാസ്റ്റർ, ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന ക്ഷണിതാക്കളായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഈ പരിപാടിയുമായി സഹകരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥി ചടങ്ങിന്റെ ഭാഗമായി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന മറ്റെല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ നിങ്ങൾക്കേവർക്കും ആദ്യമായി കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന നിലയിൽ ഏവർക്കും അധ്യാപക ദിനാശംസകൾ നേരുകയാണ്. നമ്മുടെ സ്വാഗത ഭാഷയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് ഇന്ന് എല്ലാ തലങ്ങളിലും എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും ഈ ദിനം വളരെ സമുചിതമായി ആചരിക്കുകയാണ്.
നമുക്കറിയാം ഈ ദിനത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്. അത് ഏതാനും വാക്കുകൾ ഇല്ല എങ്കിലും വിനോദ് മാഷ് സൂചിപ്പിച്ചതുപോലെ അധ്യാപകരുടെ സാമ്പത്തികവുമായിട്ടുള്ള ഉന്നമനത്തിനോടൊപ്പം അവരുടെ കഴിവുകൾ പരമാവധി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഏറ്റെടുക്കുക, പ്രവർത്തിക്കുക, അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രസക്തി. നമുക്കറിയാം, കാലം എത്ര കഴിഞ്ഞാലും ചരിത്രം എത്ര തന്നെ ആവർത്തിക്കപ്പെട്ടാലും ഏത് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു സമൂഹത്തിൻ്റെ അധ്യാപകന്റെ റോൾ, ഗുരുവിൻ്റെ സ്ഥാനം വളരെ മഹത്തരമാണ്. പ്രവർത്തനത്തിലെ വളരെയധികം മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ എല്ലാ അധ്യാപകന്റെ വായിൽ നിന്ന് തന്നെ കിട്ടണമെന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ദൈവതുല്യരായിരുന്നു. പക്ഷേ കാലം മാറിയുന്നതിനനുസരിച്ച് പല പല മാറ്റങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നതോടൊപ്പം സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം കൂടി ഉണ്ടായപ്പോൾ ചില അധ്യാപകർക്ക് തോന്നിയിട്ടുണ്ടാകും, നമ്മൾ ഇനി ആവശ്യമില്ല. കാരണം ഓരോ വ്യക്തിയുടെയും വിരൽ തുമ്പിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഓരോരുത്തരുടെയും വിരൽ തുമ്പിൽ വിവരങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ അധ്യാപകന്റെ പ്രസക്തി എന്താണ് എന്നതാണ്. പക്ഷേ യാതൊരു സങ്കോചവും വേണ്ട, യാതൊരു വേവലാതിയും ആവശ്യമില്ല. അതിൻ്റെ പിന്നിലും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് അത് നല്ല ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിന് അധ്യാപകർ അത്യാവശ്യമാണ്. അപ്പോൾ അധ്യാപകൻ ആദ്യം ദൈവജനനായി, പിന്നീട് രക്ഷാകർത്താവ് നിലയിൽ നിലകൊള്ളുമ്പോൾ ഇപ്പോൾ നമ്മൾ ബന്ധമായിട്ടാണ്, സഹായിയായിട്ടാണ് മാറുന്നത്. പക്ഷെ അപ്പോഴൊക്കെ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനം അത് വളരെ മഹത്തരമാണ്. അല്ലെങ്കിൽ നാം രാഘോചരമായി നമ്മുടെ പോലെയല്ല, വളരെ വളരെ മഹത്തായിട്ടുള്ള ഒരു തൊഴിലാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാക്ടറിയിലെ തൊഴിലാളിക്ക് അതിന്റെ മൂല്യനിർണ്ണയം ആ തൊഴിലാളിക്കോ അല്ലെങ്കിൽ അതിന്റെ മുതലാളിക്കോ ഗണിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ അധ്യാപനം ഫലമായി ഉണ്ടാകുന്ന ആ ഉൽപ്പന്നത്തിന്റെ മൂല്യനിർണ്ണയം നടത്താൻ സാധിക്കുകയില്ല. അത്രമേൽ മഹത്തരമാണ് അതിന്റെ ഉൽപ്പന്നം. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിന്റെ ഉൽപ്പന്നം ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് ഊർജ്ജസ്വലതയുള്ള, ഏത് കാര്യങ്ങളെയും പോസിറ്റീവായി കാണാൻ സാധിക്കുന്ന, സമൂഹത്തിന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം യുവാക്കളെയാണ് നാം മാനസികമായി സംസ്കരിച്ചെടുക്കുന്നത്. ആ മഹത്തരമായ ജോലിയുടെ മൂല്യനിർണ്ണയം എന്നത് രാഷ്ട്രമാണ് തീരുമാനിക്കേണ്ടത്. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന തിരിച്ചറിവ് നമ്മളെ സഹായിക്കാനേ കഴിയുള്ളൂ. നമുക്ക് മറ്റുള്ളവരുടെ സഹായം കൂടി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ ഇടപെടൽ അത്യാവശ്യമാണ്. നാം ഇന്ന് ടെക്നോളജിക്കൽ പെഡഗോഗിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിന് അത് ആവശ്യവുമാണ്. ഇന്ന് എത്രമേൽ അത്യാവശ്യമാണ് സാങ്കേതിക വിദ്യ എന്നത് നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാ അധ്യാപകരും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നേരം നാം
നമ്മളൊക്കെ മാറ്റത്തിന് വിധേയമാണ്, നയത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു, വിദ്യാർത്ഥികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ ഗുരുസ്ഥാനത്ത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന മാറ്റിയെടുക്കാനുള്ള നമ്മളൊക്കെ സോഷ്യൽ എഞ്ചിനീയേഴ്സായി ആശയം അധ്യാപക മറ്റ് സമൂഹത്തിലെ സമ്പന്നരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളോടൊപ്പം സംവദിക്കുന്നതിന് സാങ്കേതികത തന്ന വേദിയൊരുക്കി തന്ന ഹയർ സെക്കൻഡറി സ്കൂളിനെ നന്ദി പ്രകാശിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടെയും സമ്മതത്തോടുകൂടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക ദിന ആഘോഷവും അനുബന്ധ പരിപാടികളും ഔപചാരികമായി ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി നമസ്കാരം. ആദരണീയ വിദ്യാഭ്യാസ ഓഫീസർ പനകൻ സാറിനോട് ആദ്യം വളരെ ശ്രദ്ധേയമായ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. അധ്യാപകരെല്ലാം രാഷ്ട്രശില്പികളാണ്. രാഷ്ട്രശില്പികളുടെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന അധ്യാപകർ. പഴമൊഴി ഞാൻ ഓർമ്മിക്കുകയാണ്. ആ പഴമൊഴി ഓരോ അധ്യാപകനും വ്യത്യസ്തമാക്കേണ്ട പഴമൊഴി ഇങ്ങനെ ആരംഭിക്കും. ഒരു പാവം അധ്യാപകൻ പറയും, എന്നാൽ ഒരു സാധാരണ അധ്യാപകൻ പഠിപ്പിക്കും. നല്ല അധ്യാപകൻ പ്രകടിപ്പിക്കും. മഹാനായ അധ്യാപകൻ പ്രചോദിപ്പിക്കും. ഈ ജാപ്പാനീസ് പഴമൊഴിയിലെ അവസാനത്തെ വാചകമാണ് ഓരോ അധ്യാപകനും പഠിക്കുന്ന ജീവിതത്തിൽ. അവസാനത്തെ വാചകം ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം. മഹാനായ അധ്യാപകൻ പ്രചോദിപ്പിക്കും. അങ്ങനെ ഭാരതത്തിന് നമുക്കറിയാം, നമ്മുടെ ഒരു പാരമ്പര്യം ആരംഭിക്കുന്നത് ഭാരതീയ ചിന്തപ്രകാരം പാരമ്പര്യം ആരംഭിക്കുന്നു. മഹാത്മജി തന്നെ ഒരിക്കൽ എസ് രാധാകൃഷ്ണനെ കുറിച്ച് പറയുകയുണ്ടായി. എസ് രാധാകൃഷ്ണൻ, താങ്കൾ വസിഷ്ഠ ഗുരുവിൽ നിന്നും ആരംഭിച്ചിട്ട് ഭാരതത്തിന്റെ ഗുരുപാരമ്പര്യം പറയാനുള്ള ഒരു കാരണം, പ്ലേറ്റോ, ദാർശനികനായിട്ടുള്ള പ്ലേറ്റോ പറയുന്നുണ്ട്, ചിന്തകനായ ഒരു ഭരണകർത്താവാണ് ഒരു രാഷ്ട്രത്തിന് എന്നെങ്കിലും ഉണ്ടാവുക. അങ്ങനെ തത്വചിന്തകനായ ഒരു ഭരണകർത്താവ് രാഷ്ട്രത്തലവനായി ഏറ്റവും ശ്രേഷ്ഠമായ രാഷ്ട്രമായി മാറും എന്ന് പ്ലേറ്റോ എന്ന തത്വചിന്തകൻ നമ്മോട് പറയുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തത്വചിന്തകനായ രാഷ്ട്രപതിയായി ലോകം അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ നമ്മുടെ ഭാരതം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഭാരതീയ പാരമ്പര്യം അറിയാം. അധ്യാപകൻ എന്ന വാക്കിന് അപ്പുറമായിരുന്നു ഭാരതത്തിന്റെ പാരമ്പര്യം എന്നാണ് പറയുന്നത്. ഗുരു എന്ന വാക്കിന് അമരകോശത്തിൽ അമരസിംഹൻ പറയുന്നത് ഭൂശബ്ദം അന്ധകാരം തൻ, ഗുരുശബ്ദം തന്നെ ഇരുട്ട്. ഗുരു എന്ന വാക്ക് നിരോധിക്കുന്നത്, ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് ആരാണോ അവരാണ് ഗുരു എന്ന് അമരസിംഹൻ
അമരകോശത്തിൽ പറയും. ഇരുട്ടു എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്, അന്ധതയാണ്, തെമ്മാടിത്തമാണ്, അസാൻമാർഗികതയാണ്. ഈ അസാൻമാർഗികതയെ ഇല്ലാതാക്കുന്നവനാണ് അധ്യാപകൻ അഥവാ ഗുരു എന്ന് അമരകോശം. നമ്മുടെ കേരളത്തിന്റെ മഹാകവിയായ കുമാരനാശാൻ പറയുന്നുണ്ട്, ആരായുകിൽ അന്ധത്വമൊഴിച്ചാതി ആരായുകിൽ അന്ധത്വം, അതായത് ഇരുട്ടിനെ ഇല്ലാതാക്കിയിട്ട് നേരായ വഴി കാണും. പറയും. വിശ്വകവി കാളിദാസൻ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിവുള്ളവനാണ് ഒരുത്തൻ, ഏകനിൽ ഒന്നുപോലെ മേളിക്കില സുഹൃതിതാൻ ഒരു പുണ്യകീർത്തി എന്ന് മാളവികാഗ്നിമിത്രത്തിൽ. നമുക്ക് മനഃപ്പാഠമാണ് കബീർദാസന്റെ വാക്കുകൾ. കബീർദാസന്റെ വാക്കുകൾ നമുക്ക് മനഃപ്പാഠമാണ്. കാരണം ഒരു ദൈവം ഗുരുവിനെയാണ് എന്ന് കബീർദാസ് പറയുന്നു. അതേ കബീർദാസ് തന്നെ പിന്നീട് ഒരിക്കലും അന്ധനായി തീരും. അതായത് അന്ധത ഗുരുക്കന്മാർ ഒരു രാഷ്ട്രത്തിൽ പിറക്കുമ്പോൾ ആ രാഷ്ട്രം മുഴുവൻ അന്ധതയിലേക്ക്, രാജ്യമല്ലാത്ത രാജ്യത്തിന്റെ ഗുരുവാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നും രാധാകൃഷ്ണൻ. എങ്ങനെയാണ് അദ്ദേഹം, പല കുട്ടികളും പല അധ്യാപകരും സമൂഹവും ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഗുരുപാരമ്പര്യത്തിന്റെ അവസാന കണ്ണിയായിട്ട് മാറ്റുകയും അദ്ദേഹത്തിന്റെ ദിനം ജന്മദിനം എന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള കാരണം നമ്മൾ അറിയണം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കാരണം 100ഓളം സർവകലാശാലകളാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകിയത്. 20 വർഷക്കാലം കൽക്കത്ത സർവകലാശാലയിൽ ജോലിച്ചു പ്രൊഫസറായി. പിന്നീട് ഭാരതത്തിന്റെ ബനാറസ് സർവകലാശാലയിലെ വൈസ് ചാൻസലറായി. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സർവകലാശാല അന്നും ഇന്നുമായ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായി. ഹാർവാർഡ് സർവകലാശാലയിലെ ആഴ്ചയിൽ ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ഹാർവാർഡ് സർവകലാശാലയിൽ നിർവഹിച്ചു. പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ, നമുക്കറിയാം ലോകത്ത് ആദ്യമായിട്ടുണ്ടായ സമാധാന സംഘടന ലീഗ് ഓഫ് നേഷൻസ്. ആ ലീഗ് ഓഫ് നേഷൻസിന്റെ സമാധാനത്തിന്റെ ഉടമ്പടികൾ എഴുതി ചേർത്ത ഭാരതീയൻ, ലീഗ് ഓഫ് നേഷൻസിന്റെ രൂപരേഖ ഉണ്ടാക്കിയ ഭാരതീയനാണ്. അതൊരു ഭാരതീയനാണ്, അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. പിന്നീട് 1948 നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുണ്ടായി. ഐക്യരാഷ്ട്രസഭയുണ്ടായപ്പോൾ ലോകത്തിന് ഒരു സമാധാന സംഘടനയ്ക്കപ്പുറം ഒരു സാംസ്കാരിക സംഘടന വേണം എന്ന് ചിന്തിച്ചപ്പോഴേ ആ സമാധാന സംഘടനയായിരുന്നു യുനെസ്കോ. ആ യുനെസ്കോയുടെ രൂപരേഖയ്ക്ക് അടിസ്ഥാനമൊരുക്കിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഭാരതീയ ചിന്തകളായിരുന്നു എന്നത് നമുക്ക് അഭിമാനം നൽകുന്നു. മാത്രമല്ല 1948 ലോകത്തെ ആദ്യത്തെ സാംസ്കാരിക സംഘടനയായ യുനെസ്കോയുടെ ചെയർമാനായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന ഒരു ഭാരതീയൻ ലോകത്തിന്റെ സമാധാനത്തിന്റെയും സംസ്കാരത്തിന്റെയും സംഘടനകൾക്ക് രൂപരേഖ തയ്യാറാക്കി എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഭാരതത്തിന്റെ യഥാർത്ഥ അധ്യാപകൻ എന്ന് ഭാരതവും ലോകവും തിരിച്ചറിഞ്ഞു. ഇത് ഡോക്ടർ പിന്നീട് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ലോകം ടെമൽറ്റസ് വേൾഡ് എന്നാണ് ബർട്രാൻഡ് റസ്സൽ ആ കാലഘട്ടത്തെ പറഞ്ഞു. ബഹളമയമായ ലോകം. ആ ബഹളമയമായ ലോകത്തിലെ രാഷ്ട്ര തലവന്മാർക്ക്
സാന്ത്വനമായിട്ട് പ്രവർത്തിച്ചത് ഭാരതത്തിന്റെ മഹാനായ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സ്റ്റാലിന്റെ റഷ്യയിൽ സ്റ്റാലിന് ചെന്ന് സ്റ്റാലിൻ എന്ന മനുഷ്യന് സാന്ത്വന വാക്കുകൾ കൊണ്ട് സ്റ്റാലിനെ കോരിത്തരിപ്പിച്ച ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ചൈനയിലെ മാവോ സേതുങ്ങിന് ഭാരതീയ ദർശനങ്ങൾ പറഞ്ഞുകൊടുത്ത് ഭാരതത്തിന്റെ മഹാത്മ്യം പറഞ്ഞുകൊടുത്ത ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അതുപോലെ അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിലെ ഫിലോസഫിക്ക് അതിന് ഭാരതീയ ദർശനത്തിലൂടെ ഫിലോസഫിയെ സംസ്കാരവും മതവും രാഷ്ട്രവും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഹാർവാർഡ് സർവകലാശാലയിൽ ഫിലോസഫി അടിത്തറയൊരുക്കിയ ഭാരതം. ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ചെന്ന് ലോകത്തിന്റെ സാഹിത്യത്തിനും സംസ്കാരത്തിനും തന്റെ ചിന്തകൾ കൊണ്ട് അസാമാന്യ പ്രതിഭ നൽകിയ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അങ്ങനെയുള്ള രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. ഈ സെപ്റ്റംബറിന് ഒരു പ്രത്യേകതയുണ്ട്. സെപ്റ്റംബർ നമുക്കറിയാം ഭാരതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠമായ മാസമാണ് സെപ്റ്റംബർ. വരാൻ പോകുന്ന സെപ്റ്റംബർ 11 നമുക്കറിയാം. ഭാരതം എന്ന വൃത്തികെട്ട രാഷ്ട്രം എന്ന് ലോകം കൽപ്പിച്ച് എഴുന്നള്ളിച്ച് നടക്കുമ്പോഴേ 1893 ചിക്കാഗോവിൽ ചെന്ന് ഒരു യുവ സന്യാസി ഭാരതം എന്ന രാഷ്ട്രം ഗുരുത്വത്തിന്റെ രാഷ്ട്രമാണ് എന്ന് തന്റെ ലഘുപ്രസംഗത്തിലൂടെ ഗുരുത്വത്തിന്റെ രാഷ്ട്രമാണ് ഭാരതം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗത്തിന്റെ 127ാം വാർഷികമാണ് ഈ സെപ്റ്റംബർ 11. അങ്ങനെ സെപ്റ്റംബർ എന്ന് പറയുന്നത് ആ തത്വചിന്തകരുടെ ജന്മദിനം കൊണ്ടും തത്വചിന്തകരുടെ സാന്നിധ്യം കൊണ്ടും വിളവ ഇറക്കിയ ഭാരതത്തിന്റെ വർഷം ആ മാസമാണ് സെപ്റ്റംബർ. ആ സെപ്റ്റംബറിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത്. ഏറ്റവും മഹാനായ രാഷ്ട്രപതിയായിട്ട് അദ്ദേഹം ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. അധ്യാപകർക്ക് മാതൃകയായി ഒത്തിരി പേരെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഈ ജന്മദിനത്തിൽ എന്നെ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ശ്രദ്ധേയമായ പരിപാടിയിൽ അവിടെ ഇരിക്കുന്നവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് എന്നതിന് എനിക്കറിയാം. വിനോദ് മാഷ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരിൽ ഒരാളാണ്. മാത്രമല്ല ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓരോ ക്ലാസ് മുറികളും എനിക്ക് പരപ്പാടുമാണ്. ഞാൻ അവിടെ വെച്ചിട്ടാണ് B.Ed കഴിഞ്ഞത്. എൻ്റെ സതീർത്ഥരായിട്ടുള്ള ദേവരാജൻ സാർ ഇതിൻ്റെ പ്രിൻസിപ്പലാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന മിനി ടീച്ചർ എൻ്റെ സതീർത്ഥയാണ്. ഷെർലി ടീച്ചർ എൻ്റെ സതീർത്ഥയാണ്. പിന്നെ ഏറ്റവും വലിയ എനിക്കൊരു സന്തോഷം തോന്നിയത് നമ്മുടെ ഈ ഭാരതീയ ഗുരു ശ്രേഷ്ഠരിലെ ശ്രദ്ധേയനായ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനത്തില് നമുക്ക് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സനകൻ സാറാണ്. കാരണം സനകൻ എന്ന പേര് തന്നെ ഭാരതീയ പാരമ്പര്യത്തിന്റെ സനക മഹാമുനിയിൽ നിന്ന് ഭാരതത്തിന്റെ ഗുരുശ്രേഷ്ഠ പാരമ്പര്യം തുടങ്ങുന്ന സനകാദികൾ എന്ന് നമ്മുടെ പേര്. അങ്ങനെ ഈ ശ്രദ്ധേയമായ ഈ സനകൻ സാറിന്റെ പ്രഭാഷണം, കാരണം അദ്ദേഹം പറഞ്ഞ ഒരു ഓരോ രാഷ്ട്രശില്പിയാണ് ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. അങ്ങനെ ശ്രേഷ്ഠമായ ഈ ചടങ്ങിൽ ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല എന്നതുകൊണ്ട് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ എനിക്ക് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിനോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ 34 വർഷം അധ്യാപകനായിട്ട് പിരിഞ്ഞ ഈ വർഷം എന്നെ ഈ ചടങ്ങിൽ ക്ഷണിച്ചു. ഞാൻ പോയ ഓരോ വിദ്യാലയത്തിലും ഒരു അഹങ്കാരം പറയുകയല്ല, ഏറ്റവും നല്ല വിദ്യാലയത്തിനുള്ള അധ്യാപക PTA അവാർഡ് നിരവധി വിദ്യാലയങ്ങളിൽ വാങ്ങിച്ചു കൊടുത്ത ഒരാൾ എന്ന നിലയിൽ എനിക്കറിയില്ല ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബെസ്റ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് കേൾക്കാം. പക്ഷേ ഒരു സാധ്യത ഞാൻ പറയുകയാണ്, അടുത്ത സെപ്റ്റംബർ 5 നമുക്ക് കേൾക്കാം ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ ബെസ്റ്റ് PTA അവാർഡ് നേടിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് PTA അവാർഡ് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു വിദ്യാലയമാണ്. അതിന് പിന്നെ
നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. ജൂൺ 7-ാം തീയതി വരുമ്പോഴേക്ക് നമ്മുടെ സൈറ്റിൽ മെയ് അവസാനം വരുമ്പോൾ സൈറ്റിൽ കാണാം ബെസ്റ്റ് പിറ്റി അവാർഡുള്ള അറിയിപ്പുകൾ. ആ സമയത്ത് തന്നെ ഈ ശ്രദ്ധേയമായ വിദ്യാലയത്തിന് ബെസ്റ്റ് പിറ്റി അവാർഡും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മികച്ച വിദ്യാലയങ്ങൾ ഭാരതത്തിൻ്റെ സർഗകലാശാലകളാണ് എന്ന് നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ച് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ശ്രേയോ ഭവ. നന്ദി, നമസ്കാരം. ഗുരുവന്ദനം നടത്തുന്നതിന് കുമാരി കെ വി അതുല്യ അധ്യക്ഷൻ. അൺമ്യൂട്ട് ചെയ്യും. വേറെ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മ്യൂട്ട് ചെയ്യാം. മറ്റുള്ളവർ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മ്യൂട്ട് ചെയ്യുക. അതുല്യ രാജേഷ് അൺമ്യൂട്ട് ചെയ്യുക. അതുല്യ രാജേഷ് അൺമ്യൂട്ട് ചെയ്യൂ. അതുല്യ രാജേഷ് അൺമ്യൂട്ട് ചെയ്യൂ. അതുല്യ രാജേഷ് ഫോണിന്റെ താഴെ വലതുഭാഗത്ത് ഒരു സ്പീക്കറിന്റെ എംബ്ലം ഉണ്ട്. അൺമ്യൂട്ട് ചെയ്യും. ഇപ്പൊ ക്രോസ് വരയില്ല, അതാ വരയില്ലാതെ മൊബൈൽ ഫോണിന്റെ അതുല്യ രാജേഷ് ഓക്കെ അതിൽ കേൾക്കുന്നുണ്ട്. ഇനി തുടങ്ങും. ഇനി സ്റ്റാർട്ട് ചെയ്യും. അതുല്യ രാജേഷ് സ്റ്റാർട്ട് ചെയ്യും. ആദരണീയരായ ജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ നമഃ. ഭൂശബ്ദം അന്ധകാരമെന്നും ഭൂശബ്ദം തൻ നിരോധകം എന്നും സൂചിപ്പിക്കുന്നു. അതായത് ഗുരു എന്നാൽ ഇരുട്ടിനെ അകറ്റി വെളിച്ചമേക്കുന്നു അറിവിന്റെ പാതയിൽ വെളിച്ചവുമായി നടന്ന അധ്യാപകർക്കായി സമർപ്പിച്ച ഈ ദിനം ഭാരത രത്ന ജേതാവും സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമായിരുന്നു. എഴുത്തുകാരനായിരുന്നു. അധ്യാപകരുടെ അധ്യാപകൻ എന്നറിയപ്പെട്ട ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിജ്ഞാന മേഖലയിൽ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഇദ്ദേഹത്തിന്റെ ദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത്.
അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ മിടുക്കന്മാർക്കായി ഒരു ദിനം. നമ്മുടെ അറിവ്, പെരുമാറ്റം ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ അധ്യാപകർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഞാനും ഒരു വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത അനേകം കഴിവുകൾ മനസ്സിലാക്കി അത് കണ്ടെത്തി എന്നെ വേദികൾ തോറും കൊണ്ടു നടന്നിരുന്നത് എൻ്റെ അധ്യാപകരായിരുന്നു. ഒന്നുമല്ലാതിരുന്ന എന്നെ ഇപ്പോൾ എന്തെങ്കിലും ആക്കി തീർത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വലിയ പങ്ക് അവർ തന്നെ വഹിക്കുന്നു. എന്റെ ഉള്ളിലെ ഭയമാകുന്ന ഇരുട്ടിനെ അകറ്റി പുതു വെളിച്ചമേകിയത് അവരായിരുന്നു. അവരെയെല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ചൊവ്വ ഹയർ സെക്കൻഡറി എന്ന ഈ വിദ്യാലയത്തിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എത്തുന്നത്. ഈ വിദ്യാലയത്തിലെ അധ്യാപകർ എനിക്ക് തന്ന സ്നേഹവാത്സല്യങ്ങൾ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതിന്റെ കഷ്ടപ്പാട് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ആ കഷ്ടപ്പാട് അകറ്റാൻ നമ്മുടെ വിദ്യാലയത്തിലെ സജീവൻ സാർ കൗൺസിലിംഗ് ക്ലാസ് വഴി നമുക്ക് ഊർജം പകർന്നു തരുന്നു. കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ ഹെഡ് മാസ്റ്ററും മറ്റ് അധ്യാപകരും ചേർന്ന് ഓൺലൈൻ ക്ലാസ് വഴി മറ്റ് പല മത്സരങ്ങളും നടത്തി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. വീട്ടിലാണെങ്കിലും എൻ്റെ അധ്യാപകരുടെ സംരക്ഷണത്തിലാണ് ഞാൻ. ഇപ്പോൾ ഈ കോവിഡ് പ്രതിസന്ധിയിൽ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. ഓൺലൈൻ ക്ലാസ് വഴിയും മറ്റ് പല സംവിധാനങ്ങൾ വഴിയും അവർ നമുക്ക് അറിവ് പകർന്നു തരുന്നു, വിദ്യാഭ്യാസം തരുന്നു. എന്നും അധ്യാപകർ നമുക്കൊരു തുറന്ന പുസ്തകമായിരുന്നു. വിദ്യാലയങ്ങളിൽ അവർ നമുക്കൊരു നല്ല സുഹൃത്തും നല്ലൊരു മാതാവും പിതാവുമായി തീരുന്നു. എല്ലാ വിദ്യാലയത്തിലെയും സ്നേഹം നിറഞ്ഞ അധ്യാപകർക്ക് ഒരു നല്ല അധ്യാപക ദിനം ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് നല്ല പുതുതലമുറയെ വാർത്തെടുത്തവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ലഘു പ്രദർശനം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അതിനായി പാരൻസ് വൈദ്യുതി Good morning, children. How are you all? Hope you are fine. I know you are missing your school very much. Don't worry. If we all follow the safety measures like washing hands regularly, social distancing, going out only when needed, wearing masks when going out, we can wipe away this deadly disease from the earth. I know all our good children are following all these safety measures. So now children, what are you doing during your leisure time? Sanusha? Reading books, playing with my brother. Okay, Harinan? Okay. ഗോപികയുടെ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഗോപികയുടെ ഷെയ്ഡ് ആ ലൈറ്റ് ബാക്കിലെ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സനുഷ ഓക്കെ. Nanda? Gardening. Okay. You are a lover of nature, aren't you? The lesson you are going to study is also about nature. Nature is for all living beings. We often forget how much humans depend on nature. We need air to breathe, water to drink, food to eat, etc. Life is impossible without the presence of nature. In this lesson, we can see a relationship between man and nature. Now, let us come to the lesson. Everyone, open your textbook and listen to me carefully while I am reading. Our first chapter is Adventures in a Vanity, written by Ruskin Bond. He is also an lover of nature. Through the house and grounds, our home is in India where grandmothers do me. The magnificent old vanity was mine chiefly because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Dismond, an English woman who lived to the age of 107 and would have lived longer if she hadn't fallen while climbing an apple tree. Is there any difficult word you came across? ഹലോ
means an area controlled by Hello? a person or a ruler. Hello? Any Hello? other? Hello? This part is magnificent. Magnificent means extremely beautiful. Now children, I'll tell you the first para in short. Here the boy is saying that now the banyan tree belongs to him, as his father no longer climbed it. And mother always used to tease grandfather about an English woman called Desmond who had fallen from the apple tree at the age of 170. Now children, I'll ask you some questions. Sanusha, how old was the grandfather? Grandfather was 65 years old. Good. Now Harina, tell me what happened to the Countess of Desmond? Good. Now Shreya, read the lesson. Adventures in a banyan tree. The house and grounds of our home in India were grandfather's domain. The magnificent old banyan tree was mine chiefly because grandfather, at the age of 65, could no longer climb it. Enough. Sri Lakshmi, read the remaining. Grandmother used to tease him about this ഇതിലേക്ക് prayer ഒന്ന് ചെയ്യണോ ചൊല്ലണോ? of Desmond, an English woman who lived. Sri Sneha, read. prayer വേണമെന്ന് ചൊല്ലിക്കോ. Okay, Sri Lakshmi, read. An English woman who lived to the age of 170 and would have lived longer if she hadn't fallen while climbing an apple tree. Okay, good. Now children, I'll move on to next para. The spreading branches of the banyan tree which grew from the ground and ആ prayer ഒന്ന് ചൊല്ലിക്കോ. a maze of arches gave me endless pleasure. The tree was older than the house, older than the grandfather, as old as the town of Dera, nestling in a valley at the foot of Himalayas. Children, do you know the meaning of nestling? No, miss. Okay, nestling, here it is to settle oneself comfortably. Okay, now I'll tell you the second para in short. Here the boy is describing the banyan tree. He feels happy to see the spreading branches curved to the ground and to root again. He is saying that the banyan tree was old as the ground, the town of Dera. Now children, I will ask you some questions. Harina, tell me. Advait, tell me what happened. What gave the boy an endless pleasure? The spreading branches of the banyan tree, which curved the ground and took root again, forming a maze of arches, gave the boy endless pleasure. Okay, good. Now, Devika, tell me how old was the tree? The tree was older than the house, older than grandfather, as old as the town of Dehra. Good. Now, children, very good. Now, Sanusha, read the second para. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze okay, of clear arches, ആണ്. gave me endless pleasure. Okay, clear ആണ് കേട്ടോ. Anjana, read. The tree was older than the house, older than grandfather, as old as the town of Dhaka, nestling in a valley at the foot of the Himalayas. Very good, children. Now, take down an assignment. അതുല്യ ഒന്ന് സ്പീച്ച് വേണേ പറഞ്ഞോ Write തിരുവനന്തപുരത്തിന്റെ. two slogans on അതുല്യ. the preservation of nature. Okay? Okay, children, take അതുല്യ. care of yourself. Wishing a good അതുല്യ, day. അതുല്യ. Thank you all. അതന്നെ തന്നെ. ഈ അധ്യാപന ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ ഈ വിദ്യാലയത്തിലെ ഏറ്റവും മുതിർന്ന അധ്യാപകനായിരുന്ന ശ്രീ ശിവാനന്ദ സാറിനെ ഇന്നലെ ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ ഈ വിദ്യാലയത്തിലെ സെപ്റ്റംബർ 5 അധ്യാപക ദിനം. മുൻ രാഷ്ട്രപതിയും അധ്യാപകരുമായ
ഓഫീസറായും മികച്ച കായിക അധ്യാപകരായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ അദ്ദേഹത്തിന് 3 സ്റ്റാർ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ അദ്ദേഹം അറിയപ്പെടുന്ന ഫുട്ബോൾ, വോളിബോൾ കളിക്കാരനായിരുന്നു. 1960 മുതൽ 50 വർഷം ഫുട്ബോൾ റഫറിയായിരുന്നു. ശ്രീനാരായണ, നെഹ്റു കപ്പ് തുടങ്ങി പ്രധാന മത്സരങ്ങളിലൊക്കെ റഫറിയായിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ റഫറീസ് അസോസിയേഷൻ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 50 വർഷത്തെ റഫറി ജീവിതത്തിന് ശേഷം 81-ാം വയസ്സിൽ അദ്ദേഹം കളിക്കളത്തോട് വിട പറഞ്ഞു. കളിക്കു പുറത്തും ശിവാനന്ദൻ എന്ന വ്യക്തിയെ ഓർക്കാൻ നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പുറംകടലിൽ നീന്തുകയും വെള്ളത്തിൽ നിശ്ചലമായി കിടക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ ഹോബിയായിരുന്നു. ഏഴിമലയിൽ കടലിലെ മണൽത്തിട്ടയിൽ കുഞ്ഞിയ കപ്പൽ കാണാൻ പോയപ്പോൾ കടലിൽ അകപ്പെട്ടുപോയ 15 കുട്ടികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും സേവനങ്ങളും വളരെ വലുതാണ്. തീർച്ചയായും ശിവാനന്ദൻ മാസ്റ്റർ നമ്മുടെ ചൊവ്വാഹര നൽകിയ സേവനങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 92 വയസ്സുണ്ട്. ഭാര്യയും 4 മക്കളും അടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ഭാര്യ ലീല ടീച്ചർ റിട്ടയർഡ് അധ്യാപികയാണ്. ഇപ്പോൾ തോട്ടടയിലെ വസതിയിലാണ് താമസിക്കുന്നത്. അധ്യാപക ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അധ്യാപകനായ അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസിക്കുന്നു. നമ്മുടെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റുകളും വിതരണം. അതിനായി നോർത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ KP ഉദിത് കുമാർ സാറിനെ ആദരിച്ചു.
ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഉറുദു ക്ലബ്ബ് നടത്തിയ ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എട്ടാം തരം ബിയിലെ മുഹമ്മദ് അൽ സാബിത്തിന് ബഹുമാനപ്പെട്ട എഇഒ ശ്രീ കെ പി ഉദയകുമാർ സാർ ഓൺലൈനായി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം ഇപ്പോൾ നിർവഹിക്കുകയാണ്. ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജർ ശ്രീ പി കെ ബാലകൃഷ്ണൻ സാറിനെ ദേശീയ അധ്യാപക ദിന ആഘോഷത്തിൻ്റെ ഭാഗമായി ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പരിപാടികൾ ഇന്നലെ മുതൽ ആരംഭം കുറിച്ചു. ഇന്ന് നടക്കുന്ന വിപുലമായ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥന. വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപകരും അക്ഷരലോകത്ത് കൈനീട്ടിയേറിയ ദുർഗന്മാർക്കായി ഒരു ദിവസം തൃതീയ ലതീഷ് പ്രാർത്ഥന. അധ്യാപകനും തത്വചിന്തകനും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പിറന്നാൾ ദിനമാണ് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. അധ്യാപകർ വിശിഷ്ട സേവനം ചെയ്യുന്നവരാണ്. ഭാവിയിലെ തലമുറയെ വാർത്തെടുത്ത് രാഷ്ട്ര വളർച്ച ചെയ്യുന്നതിനായി വളർത്തിയെടുക്കുന്നതിന് മഹത്തായ പ്രവർത്തനം നടത്തുന്നവരാണ്. നമ്മൾക്ക് അവരെ ബഹുമാനിക്കാം, സ്നേഹിക്കാം, അവരുടെ പ്രവർത്തനങ്ങൾ സഹായിക്കാം. അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് മാതൃകയാവട്ടെ. അധ്യാപകൻ രാഷ്ട്ര സേവനമായി മാറട്ടെ. അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ ഉപരിതലങ്ങൾക്ക് പ്രചോദനമാവട്ടെ. അറിവിന്റെ വെളിച്ചം പകരുന്ന ബഹുമാനപ്പെട്ട ഇവിടെ ആദരിക്കപ്പെടുന്ന ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, മികച്ച ഗ്രന്ഥകാരൻ ശ്രീ സുകുമാരൻ പെരിയച്ചൂർ, ബഹുമാനപ്പെട്ട മാനേജർ, PTA പ്രസിഡന്റ്, സഹപ്രവർത്തകരെ, ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വിദ്യാഭ്യാസ ഓഫീസർ, സെപ്റ്റംബർ മാസം 5-ാം തീയതി ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ, ദേശീയ അധ്യാപക ദിനാഘോഷമായി കണ്ണൂർ നോർത്ത് 1961 മുതൽ ബഹുമാനപ്പെട്ട മാനേജർ ബാലകൃഷ്ണൻ സർ നാം ആഘോഷപൂർവ്വം സംഘടിപ്പിക്കുകയാണ്. അതുപോലെ വേദിയിലും സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എൻ്റെ അധ്യാപകരുടെ വിദ്യാർത്ഥികളെ, അർപ്പണബോധവും ദേശീയ അധ്യാപക സഹിഷ്ണുതയും ബഹുമാനിക്കേണ്ടത് ഒരുപാട് പേര് കാര്യങ്ങൾ സംസാരിച്ചു. രാഷ്ട്രത്തിന് ആവശ്യമാണെന്ന ചിന്തയിൽ നിന്ന് രാഷ്ട്രപതി ഉയർന്നു വന്നതാണ് ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണന്റെ അധ്യാപക ദിനാഘോഷം എന്നത്. 1962 മുതലാണ് അധ്യാപകരുടെ
സെപ്റ്റംബർ 5 സാമൂഹിക സാമ്പത്തിക പദവികൾ ഉയർത്തുന്നതിനും ആചരിക്കുന്നത്. ലോകത്തിലെ ഒരു ദാർശനികനാണ്. അവരുടെ കഴിവുകൾ പരമാവധി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തെ ഉപയോഗപ്പെടുത്തുന്നതിനും പഠിപ്പിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഒരു വേണ്ടിയാണ് അതിനുള്ള ഒരു അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലോകത്തിനായിട്ടുള്ള ഒരു ദേശീയ അധ്യാപക ഭരണാധികാരിയായിരുന്ന ദിനാഘോഷം സ്റ്റാലിൻ സംഘടിപ്പിക്കുന്നത്. സ്റ്റാലിനെ പോലും തന്റെ പ്രഭാഷണം കൊണ്ട് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിദ്യ പകർന്നു തരുന്നവർ ആണ് അധ്യാപകർ. രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ പറഞ്ഞതുപോലെ വസിഷ്ഠ ഗുരുവിന്റെ ഗുരു പാരമ്പര്യം മാതാവിനും പിതാവിനും തുല്യമായി സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ഈ ജന്മദിനത്തിൽ എല്ലാ അധ്യാപകർക്കും ആശംസകൾ നേരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയുള്ള ഒരു അധ്യാപകർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലും അതുപോലെ ഒരുപാട് അധ്യാപകരെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും 2-3 പേരെ തീർച്ചയായിട്ടും ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. എൻ്റെ ആദ്യത്തെ അധ്യാപകൻ അക്ഷരം ഒരു ദാമോദരൻ മാസ്റ്റർ, അതുപോലെ നാഥൻ മാസ്റ്റർ, അതുപോലെ സ്കൂളിൽ മലയാളം മാസ്റ്റർ, ഡിഗ്രി ലെവലിൽ ഒരുപാട് പക്ഷേ ഞാൻ ഓർത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചില അധ്യാപകരില്ലായിരുന്നല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചില അധ്യാപകർ, അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികൾ കൊണ്ട് തന്നെയാണ് അധ്യാപകരെ മാതാപിതാക്കളാണ് രാഷ്ട്രത്തിലെ എല്ലാ ഭാഗത്തുള്ള ഞങ്ങൾ പഠിപ്പിച്ച മേഖലകളിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ അധ്യാപകരെ ഓർക്കുന്നത് പോലെ അധ്യാപകന്റെ ആ ഒരു മാറ്റങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. സൂചിപ്പിച്ചതുപോലെ മുമ്പ് കാലഘട്ടങ്ങളിൽ അധ്യാപകരുടെ വായിൽ വേദവാക്യമായി അല്ലാതെ തന്നെ ഒരുപാട് സമ്പാദിക്കാൻ സാഹചര്യം പോലും ഈ അവസരത്തിൽ പോലും അധ്യാപകരുടെ ഒരു സ്വാധീനം വളരെ വലുതാണ്. മനസ്സിലാക്കി അധ്യാപകരെ ഇത്രമാത്രം പ്രാധാന്യമുണ്ട് അവരുടെ ജീവിതത്തിൽ കുട്ടികളെ വിളിക്കാൻ അവരുടെ ആ പ്രശ്നങ്ങളുമായിട്ട് പറഞ്ഞു വിളിക്കാം. അധ്യാപകൻ എന്തായാലും വളരെ ദിവസത്തിലാണ് അധ്യാപകരെ കൊടുക്കാനുള്ള ഒരു ദിവസം ഒരുപാട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യാപകർ ആശംസിക്കുന്നു. നമസ്കാരം. ചടങ്ങിൻ്റെ ബഹുമാന അധ്യക്ഷൻ PTA പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന ഹെഡ് മാസ്റ്റർ, മാനേജർ ഉൾപ്പെടെയുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങളെ, ഈ വെബിനാറിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആദ്യമായി അധ്യാപക ദിന ആശംസ നേരുന്നു. ഒരു അധ്യാപക ദിനം കൂടി നമുക്കറിയാം, നമ്മുടെ ഒരു ഓർമ്മ ദിനമാണ് തീർച്ചയായിട്ടും അധ്യാപക ദിനം. നമ്മുടെ ജീവിതത്തിലെ സ്വാധീനിച്ച, നമ്മെ കൈപിടിച്ചുയർത്തിയ, നമുക്ക് താങ്ങും തണലുമായ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഓർമ്മിക്കുന്ന ഒരു ദിവസം. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ചിന്തിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. കാരണം ഒരു അധ്യാപന രീതിയിൽ നമ്മളിപ്പോൾ നമ്മുടെ അധ്യാപകരെ എങ്ങനെ സ്നേഹിക്കുന്നു, അതേപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളും എന്നെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി ഒരു അധ്യാപന രീതിയിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ ഒരു ദിവസം. ഞാൻ ഇന്ന് വാട്സപ്പിൽ വായിച്ച ഒരു ചെറിയൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഈ കൃതജ്ഞത അവസാനിപ്പിക്കാം. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹം ഒമാൻ സന്ദർശിച്ചപ്പോൾ
അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒമാനിലെ ചക്രവർത്തി സുൽത്താൻ ഗാബൂസ് എല്ലാ പ്രോട്ടോകോളും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം വിമാനത്താവളത്തിൽ വന്നു. അവിടെ ഇറങ്ങിയ ഉടൻ തന്നെ സ്വന്തം കാറിൽ അദ്ദേഹത്തെ കൂട്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പത്രക്കാർ ചോദിച്ചു, എല്ലാ പ്രോട്ടോകോളും മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് എങ്ങനെ പ്രവർത്തിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വന്നിരിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് മാത്രമല്ല, എന്നെ ഇന്ത്യയിൽ ഇരുന്ന സമയത്ത് എന്നെ കൈപിടിച്ചുയർത്തിയ, എന്നെ പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ് പ്രൊഫസർ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഓർമ്മിക്കുന്ന ഒരു ഇതായിട്ട് മാറട്ടെ, നല്ല അധ്യാപകരാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം അധ്യാപന മേഖലയിലേക്ക് കുട്ടികളായ നിങ്ങൾ അഭിമാനത്തോടെ കടന്നു വരാൻ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സരകൻ അവരോട് ചൊവ്വാഴ്ച സെക്കൻഡറി സ്കൂളിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്രന്ഥകാരനും റിട്ടയർഡ് അധ്യാപകനുമായ സുകുമാരൻ പെരിയച്ചൂരിനോടുള്ള നന്ദി ചൊവ്വാഴ്ച സെക്കൻഡറി സ്കൂൾ അറിയിക്കുന്നു. നമ്മുടെ അധ്യാപനത്തോടനുബന്ധിച്ച് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങിയ മുൻ റിട്ടയർഡ് അധ്യാപകൻ ശ്രീ ശിവാനന്ദ സാറിന്റെയും കുടുംബത്തിനോടുള്ള നന്ദി ചൊവ്വാഴ്ച സെക്കൻഡറി സ്കൂൾ അറിയിക്കുന്നു. ഒപ്പം ഇന്നത്തെ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തിയ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കണ്ണൂർ നോർത്ത് KP പ്രദീപ് കുമാർ സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച KP രാജു സാർ PTA പ്രസിഡന്റിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിലെ മുൻ റിട്ടയർഡ് അധ്യാപകൻ ശ്രീ ശിവാൻ സാറിനെ പരിചയപ്പെടുത്തിയ മിനി ടീച്ചറോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസ അറിയിച്ച മാനേജർ PK ബാലകൃഷ്ണൻ സാറിനോടും പ്രിൻസിപ്പാൾ ശ്രീ ദേവരാജ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്ന് ഗുരുവന്ദനം നടത്തിയ KP അതുല്യ, അതേപോലെ തന്നെ ക്ലാസ് എടുത്ത ഷെയറിംഗ് ശുഭബിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ട് സ്വാഗത ഭാഷണം നടത്തിയ ചീഫ് ഓഫീസർ KK വിനോദ് കുമാർ സാറിനുള്ള നന്ദി ഔപചാരികമായി രേഖപ്പെടുത്തട്ടെ. പ്രാർത്ഥന ചൊല്ലിയ ഹൃദയ നിതീഷ്, അതേപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ ഭാഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരോടുള്ള നന്ദി ചൊവ്വാഴ്ച സെക്കൻഡറി സ്കൂൾ അറിയിക്കുന്നു. ടെക്നിക്കലായിട്ട് നമുക്ക് എല്ലാവരും സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നന്നാഷ് മാഷ്, മുരളി മാഷ്, അതുപോലെ സജീവ മാഷ്, ബാക്കി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ദേശീയ ഗാനത്തോടുകൂടി മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ വീട്ടുകൾ എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അവരവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ദേശീയ ഗാനം ചൊല്ലണം. ദേശീയ ഗാനം. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि गंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे യോഗം അവസാനിച്ചു. ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശിവാനന്ദ മാസ്റ്ററെ ആദരിച്ച പരിപാടിയുടെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്.
ഫിനിഷ് കൊടുക്കാം